പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും. ഇത് ലോക നിയമം. എത്ര ആവർത്തിച്ചാലും തിരുത്താനാവാത്ത തെറ്റുകളെ എന്ത് നമ്മൾ വിളിക്കും? അബദ്ധം എന്നോ തഴക്കദോഷമെന്നോ? വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പലരും ചെയ്തു പോകുന്ന അബദ്ധങ്ങൾ, തെറ്റുകളാണ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. കണ്ടു നോക്കിയാലോ? ആദ്യത്തെ തഴക്കദോഷം അമേരിക്കൻ പശ്ചാത്തലത്തിലാണ് ഞാനിവിടെ പറയുന്നത്. പ്രത്യേകിച്ച് തണുപ്പുള്ളിടത്ത് ജാക്കറ്റുകളും തുണികളും ഒക്കെ ക്ലോസറ്റിൽ, അതായത് അലമാരിയിൽ അടച്ച് ക്ലോസ് ചെയ്ത് വെക്കാതെ ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്ത് ആ മണമെല്ലാം നമ്മുടെ തുണിയിലും മുടിയിലും ജാക്കറ്റിലും അബ്സോർബ് ചെയ്യും. ആ ജാക്കറ്റ് ഇട്ടുകൊണ്ട് സമൂഹത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ കൂടുന്നിടത്ത് ചെല്ലുന്ന ഒരു പ്രവണത ഇവിടെ കാണാറുണ്ട് പലരിലും. അവരറിയുന്നില്ല അവരുടെ അടുത്ത് വരുമ്പോൾ പലപ്പോഴും ഛർദ്ദിക്കാൻ വരുന്നെന്ന്. ഇത് നമുക്ക് ചെറിയ രീതിയിൽ ശ്രദ്ധിച്ചാൽ മാറ്റാവുന്ന ഒരു തെറ്റേ ഉള്ളൂ, അല്ലേ? ധാരാളം പേരിലുള്ള ഒരു അബദ്ധധാരണയാണ് ചാരിറ്റി എന്നാൽ ധനസഹായം മാത്രമാണെന്ന്. അതുമാത്രമല്ല ചാരിറ്റി. ഓഫ് കോഴ്സ് പണം കൊടുത്ത് സഹായിക്കുന്ന ഒരു ചാരിറ്റിയാണ്. നമ്മുടെ സമയം, നമ്മുടെ എനർജി, മറ്റുള്ളവരെ കേൾക്കാൻ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ സമയം, റൈഡ് ഇല്ലാത്തവർക്ക് ഒരു റൈഡ് കൊടുക്കുന്നത്, ഒറ്റയ്ക്കിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു 10 മിനിറ്റ് പോയിരുന്ന് അവരോട് സന്തോഷപ്രദമായി സംസാരിക്കുന്നത്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്, അങ്ങനെ എന്തെല്ലാം ടൈപ്പിൽ നമുക്ക് ചാരിറ്റി ചെയ്യാം. അപ്പം ചാരിറ്റി ചെയ്യാൻ ആർക്കും ഒരു എക്സ്ക്യൂസ് ഇല്ല. അയ്യോ, എന്നെക്കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ മുമ്പിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. വലിയ ഒരു തഴക്കദോഷം അല്ലെങ്കിൽ ഒരു ദുശ്ശീലമാണ് അസൂയ. അത് ധാരാളമായി കാണുന്നുണ്ട്. അസൂയ ഇല്ല എന്ന് സ്വയം ധരിച്ചിരിക്കുന്നവർക്കും പലപ്പോഴും അസൂയ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ നല്ലത് കാണുമ്പോൾ അതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതിന് എക്സ്ക്യൂസ് കണ്ടുപിടിക്കുക. ഓ, അതുകൊണ്ട് അങ്ങനെ ഇപ്പം ചെയ്യാതെ വേറെ വല്ലതും ചെയ്യാമായിരുന്നല്ലോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഒത്തിരി നല്ല ഗുണങ്ങളുള്ള ഒരു പ്രോജക്റ്റിൻ്റെ കണ്ടിട്ട് അതിൽ ചീത്ത കാര്യം മാത്രം മെൻഷൻ ചെയ്യുക. അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ആൾക്ക് ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ അറിയാതെ മനസ്സിനൊരു വിങ്ങൽ ഉണ്ടാകുക. ഇതൊക്കെ അസൂയയുടെ ഭാഗമാണ്. അത് ധാരാളമായി നമ്മളിൽ എല്ലാവരിലും ഇല്ലേ? കുടുംബജീവിതത്തിൽ ഒത്തിരി പേര് വരുത്തുന്ന ഒരു അബദ്ധം ആണ് മിണ്ടാതിരിക്കുക. ഭാര്യ ഭർത്തൃ രഹസ്യം അവിടെ തന്നെ ഒതുങ്ങി നിൽക്കണം. ഞാനും എഗ്രി ചെയ്യുന്നു. എന്നാൽ എന്തിൻ്റെ പേരിലാണെങ്കിലും ഭാര്യ ഭർത്താവിൻ്റെ മേലോ ഭർത്താവ് ഭാര്യയുടെ മേലോ കൈവച്ചാൽ, ഫിസിക്കലായി അബ്യൂസ് ചെയ്താൽ, മെൻ്റലായി കണ്ടുമാനം ഹരാസ് ചെയ്താൽ ബന്ധപ്പെട്ടവരോട് പറയുക തന്നെ വേണം. കുടുംബത്തിൻ്റെ സേക്കിന് വേണ്ടി മിണ്ടാതിരുന്ന് അതൊരു കൊലപാതകത്തിലും സൂയിസൈഡിലേക്കും ഒക്കെ നീങ്ങുന്നത് അവർക്കും അവരെ ചുറ്റിപ്പറ്റിയിരിക്കുന്നവർക്കും എന്തുമാത്രം വേദനാജനകമാണെന്ന് ചിന്തിക്കണം. എനിക്കറിയാം, കോൺസ്റ്റൻ്റായി ഫിസിക്കൽ അബ്യൂസ് കിട്ടിയിട്ടും സഹോദരങ്ങളെ ഓർത്ത് ആരോടും പറയാതെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതെ ജീവിച്ച
സ്ത്രീകളെ. അതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടം ഉണ്ടാകുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. സർവ്വസാധാരണമായ ഒരു ഇഷ്യൂ ആണ് ഞാനിവിടെ പറയുന്നത്. കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ നുണ പറയാൻ, ഗോസിപ്പ് പറയാൻ ആരാണ് പഠിപ്പിക്കുന്നത്? അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? പുറത്ത് പോയിട്ട്, ഒരു പാർട്ടിക്ക് പോയിട്ട്, അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടെ എന്തുമാത്രം ഗോസിപ്പാണ് പറഞ്ഞു കൂട്ടുന്നത്. ഉള്ളതും ഇല്ലാത്തതുമായ കുറ്റങ്ങളും കളിയാക്കലും ഒക്കെ നടത്തുന്നത് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച്. മാതാപിതാക്കൾക്ക് ഒരു ചിന്തയുണ്ട്, ഇവിടെ ജനിച്ചു വളർന്ന പിള്ളേരല്ലേ, ഇവർക്കിതൊന്നും എല്ലാം മനസ്സിലാകത്തില്ലെന്ന്. അവർക്ക് നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. അതുപോലെ തന്നെ നമ്മൾക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മളെ ഫോണിൽ വിളിക്കുക, നമ്മുടെ വീട്ടിലോട്ട് വരിക ഒക്കെ അറിയുമ്പോൾ നമ്മൾ പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കും, അമ്മ ഉറങ്ങുവാണ്, ഡാഡി ഇവിടെ ഇല്ല, ഞങ്ങൾ വെളിയിൽ പോകാൻ തുടങ്ങുവാണ്. ഇങ്ങനെ ഓരോരോ എക്സ്ക്യൂസുകൾ പിള്ളേരെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കും. അപ്പോൾ പിള്ളേരുടെ മനസ്സിൽ കിടക്കുന്നത് എന്താ? ഗോസിപ്പും നുണയും ഒക്കെ സാധാരണ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്ന്. അതുപോലെ തന്നെ വലിയൊരു അബദ്ധമാണ് കുട്ടികളുടെ മുമ്പിൽ കടന്ന് അപ്പനും അമ്മയും കൂടെ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ആർഗ്യൂ ചെയ്യുക, വഴക്കുണ്ടാക്കുക. അവരെ സംബന്ധിച്ച് ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വികാരം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ധാരാളം കുട്ടികൾ വിവാഹം എന്ന ആ കൂതാശയല്ല, ആ പ്രോസസ്സ് തന്നെ വേണ്ട എന്ന് വയ്ക്കുന്നവരുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് വിവാഹ ജീവിതം എന്നാൽ വഴക്കും ഗോസിപ്പും കുറ്റം പറച്ചിലും ക്രിറ്റിസിസവും ആണ്. അവരുടെ ബോഡിയുടെ ആവശ്യത്തിനായി ലിവിങ് ടുഗദർ എന്ന ആ പുതിയ സമ്പ്രദായത്തിലേക്ക് അവർ പോകുന്നതിൻ്റെ ഒരു പരിധി വരെ ആരാണ് ഉത്തരവാദി? ധാരാളം കുട്ടികൾ അങ്ങനെ ഒരു ഡിസിഷനിലോട്ട് ഇപ്പോൾ പോകുന്നതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം.